ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നത് മുത്തപ്പൻ്റെ അമ്പലത്തിലാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ. അവിടെ പെറ്റ്സ് അലൗഡാണല്ലോ, മുത്തപ്പൻ്റെ വാഹനമല്ലേ പട്ടികൾ. അപ്പോൾ ഞങ്ങൾ സോയിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് മുത്തപ്പനെ കണ്ടു, അനുഗ്രഹം കിട്ടി. ഞങ്ങൾ തൊഴുത് ഇവിടുത്തെ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി. സോയിനെയും കൊണ്ടിട്ടായിരുന്നു ഇറങ്ങിയത്. സോയി ആക്ച്വലി ഫുൾ അലൗഡായിരുന്നു. എല്ലാവർക്കും കാര്യമായിരുന്നു നല്ലോണം. എല്ലാവരും അടുത്തുനിന്ന് തൊട്ടു പിടിച്ചു കളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് നിന്നു. പ്രസാദം കിട്ടി, അവിടുത്തെ കടല തേങ്ങ. ആക്ച്വലി പയറാ തോണ ഞാൻ കൊടുക്കുന്ന കണ്ടിട്ടുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് കടലയായിരുന്നു. കറുത്ത കടലയും തേങ്ങയും ചായയും. എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കടകളിലൊക്കെ കയറി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു പിക്ചറൊക്കെ മേടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്ന ഒരു കുളത്തിലോട്ടായിരുന്നു, ഒരു അമ്പലക്കുളം. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് സെർച്ച് ചെയ്തിട്ട് പോയതാണ്. ഒരു ഹ്യൂജ് കുളമായിരുന്നു വിത്ത് കുറേ മീനുകൾ. അതെന്നാൽ ഫ്രീ പെഡിക്യൂറായിരുന്നു. അത് നല്ലോണം സക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാല്. അതിനൊരു പേടിയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. സോയിങ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷേ വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരം ഇരുന്നിട്ട് അവിടെ നിന്നൊരു സംഭവമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾ അവലിസ്തിരി കഴിക്കാൻ പോയി. കണ്ണൂരത്തെ ഒരു മെയിൻ സാധനം തോന്നുന്നു അവലിസ്തിരി. ഈ ഒരു ഷോപ്പിലോട്ടായിരുന്നു പോയിരുന്ന ഒരു അങ്കിൾ നടത്തുന്നത്. ഇവിടെ ഇങ്ങനെ പണ്ടത്തെ ഗ്ലാസ് കൂട്ടിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് അവലിസ്തിരി ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് അവിടെ നിന്ന് ഒരു പത്തിരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. സോയിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ സോയിക്ക് ഇതൊന്നും അങ്ങനെ കൊടുക്കാറില്ല, ബട്ട് ഒക്കേഷണലി കൊടുക്കും. അവളത് അങ്ങനെ കഴിക്കുന്നുമില്ലായിരുന്നു. ഇച്ചിരി കഴിച്ചിട്ട് നിർത്തിയായിരുന്നു. ഉടുപ്പൊക്കെ ഇട്ട് പൊട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്യുകയാണ് പത്തിരി ഇരുന്ന്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു, ഇച്ചിരി റെസ്റ്റ് ചെയ്തു. ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു 4:35 ഒക്കെ ആയപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങി. ആൻഡ് നല്ല വെയിലുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ മൂമെൻറ്റ്സ് പിന്നെ തിരിച്ചു വരത്തില്ലല്ലോ. സോ എൻജോയ് ചെയ്തു, ടാൻ അടിച്ചു. സോയി വാസ് എൻജോയിങ്. അവൾ ലാസ്റ്റ് ഡേ നമ്മൾ വന്ന ദിവസം ഈവനിങ് ഒന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇറങ്ങുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇറങ്ങാൻ ഓക്കെ ആയി, പക്ഷെ വെള്ളം സ്റ്റിൽ പേടിയായിരുന്നു. തിര വരുമ്പോൾ അവൾ ഓടുമായിരുന്നു. ബട്ട് കളിക്കുമായിരുന്നു, എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു. ഈ വീഡിയോയിൽ ഫുൾ കാണിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നതായിരിക്കും.